ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റാണി ആകെ ടെൻഷനായിട്ട് ആലോചിച്ച് നിൽക്കാൻ കേട്ടോ. പൂജയുടെ ഒപ്പ് എങ്ങനെ ഞാൻ സംഘടിപ്പിക്കും, എവിടെ പോയാലാണ് പൂജയുടെ ഒപ്പ് കിട്ടുക എന്നുള്ള ആ ഒരു ടെൻഷനിൽ ഇങ്ങനെ ആലോചിച്ച് നിൽക്കാവും. അപ്പോഴാവും അവിടേക്ക് അർജുൻ അങ്ങ് വരികയാണ്. എന്നിട്ട് അർജുൻ ചോദിക്കുന്നുണ്ട്, എന്താ നീ അങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത് പൂജ, എന്താ നിനക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഏയ് ഒരു ടെൻഷനും ഇല്ല, പിന്നെ എന്താ നീ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത്, ഈ വീട്ടിലുള്ളവർ ആരെങ്കിലും നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ, എന്തിന് അല്ല നിൻ്റെ വസ്ത്രമൊക്കെ ഇപ്പോൾ മാറിയതല്ലേ, പെട്ടെന്ന് ഒരാൾ വസ്ത്രമൊക്കെ മാറി മോഡേണായിട്ട് നടക്കുകയും പിന്നെ സൗണ്ടിനൊക്കെ ഒരു വ്യത്യാസം ഉള്ളതൊക്കെ കൊണ്ട് അവർ ആരെങ്കിലും നിന്നെ എന്തെങ്കിലും സംശയത്തോടു കൂടി പറഞ്ഞോ എന്ന് പറയുമ്പോൾ, ഏയ് അതൊന്നുമല്ല, പിന്നെ എന്താ നീ അതൊന്നും ഇപ്പോൾ അജുവേട്ടനോട് പറയാൻ പറ്റില്ല, അതെന്താ എന്നോട് പറഞ്ഞാൽ അത് പിന്നെ പറയാം എന്നൊക്കെ പറഞ്ഞങ്ങ് വഴുതി മാറാൻ ശ്രമിക്കണം കേട്ടോ. അങ്ങനെ അർജുന് ആ പാലിൽ അങ്ങ് ഉറക്ക ഗുളിക ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ആ ഒരു പാലങ്ങ് കുടിപ്പിക്കാനുണ്ടോ അർജുൻ. അപ്പോൾ അർജുൻ പറയുന്നുണ്ട്, എനിക്ക് വേണ്ട എന്നൊക്കെ പറയുമ്പോൾ അത് പറ്റില്ല, കുടിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കുകയാണ്. അങ്ങനെ അർജുൻ ആ പാല് കുറച്ച് കുടിച്ച ശേഷം ഇനി എനിക്ക് മതി എന്ന് പറയുമ്പോൾ റാണി, അയ്യോ അത് പറ്റില്ല, ഫുള്ള് കുടിക്കണം, കുറച്ച് ദിവസമൊക്കെ ഇതങ്ങ് തുടർന്നേ മതിയാവും, അതെന്താ കുറച്ച് ദിവസം എന്നങ്ങ് അർജുൻ ചോദിക്കുമ്പോൾ, അതല്ല അജുവേട്ടൻ വയ്യാതിരിക്കുന്ന സമയമല്ലേ, അതുകൊണ്ടാണ് കുറച്ച് ദിവസം ഇനിയും കുടിക്കണം എന്നൊക്കെ പറഞ്ഞത്. അല്ല നീ ഇതിൽ എന്തെങ്കിലും ചേർത്തിട്ടുണ്ടോ, എല്ലാം വല്ലാത്തൊരു ടേസ്റ്റ് വ്യത്യാസം, ഒന്നും ചേർത്തില്ല, കണ്ടോ അജുവേട്ടന് ഇപ്പോൾ തുടങ്ങിയല്ലേ എന്നെ സംശയം, അതെന്താ നീ അങ്ങനെ പറഞ്ഞത്, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, ഈ പാലിന് വല്ലാത്തൊരു ചോയ വ്യത്യാസമുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞില്ലേ ഇവിടെയുള്ളവർക്ക് എല്ലാവർക്കും എന്നെ സംശയമാണ്, ഇപ്പോൾ അജുവേട്ടനും എന്നെ സംശയം തുടങ്ങി. അങ്ങനെയല്ല പൂജ, നീ അങ്ങനെ ചിന്തിക്കരുത്, ഞാൻ പറഞ്ഞില്ലേ ആക്സിഡൻറ്റ് കഴിഞ്ഞാൽ എനിക്ക് കണ്ടില്ലേ ഇപ്പോൾ ഒരുപാട് പരിക്കുകളൊക്കെ പറ്റി, പക്ഷേ നിനക്ക് ഇപ്പോൾ ആക്സിഡൻറ്റ് കഴിഞ്ഞ ശേഷം ഇങ്ങനത്തെയൊക്കെ ഒരു സ്വഭാവമാണ്, അപ്പോൾ ഞാനെന്താ മോശം കണ്ടില്ലേ, നീ എന്തെങ്കിലും ഒന്ന് പറയാൻ പോലും എന്നെ സമ്മതിക്കുന്നില്ല, അപ്പോഴത്തേക്കും നിനക്ക് നല്ല പേടിയും വെപ്രാളവും ഒക്കെയാണ് നീ കാണിക്കുന്നത്. ആക്സിഡൻറ്റ് കഴിഞ്ഞാൽ പല ആളുകൾക്കും പല രീതിയിലാണ് ഓരോന്ന് വരിക, അതുപോലെ ഞാൻ അത് ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. അജുവേട്ടൻ എന്നെ കുറ്റപ്പെടുത്തുകയാണെന്ന് ഞാൻ വിചാരിച്ചു, നിന്നെ ഞാനുണ്ടോ കുറ്റപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞ് അർജുൻ അങ്ങ് പറയുമ്പോൾ, ഞാനൊരു കാര്യം പറയാതിരുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, അജുവേട്ടൻ്റെ വീട്ടിലുള്ളവരെ കുറിച്ച് പറഞ്ഞാൽ അജുവേട്ടന് അതൊന്നും ഇഷ്ടാവില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. അതെന്താ നീ ഇപ്പോൾ അങ്ങനെ പറയുന്നത്, ആ വസന്തൻ അങ്കിളും മധു ആൻറ്റിയും എന്നെ മനഃപൂർവ്വമാണ് എന്നോട് ഓരോന്ന് പറയുന്നത്, എന്നെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പറയാൻ തുടങ്ങുന്നത്, അതെന്താ നിന്നെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞത്, അതല്ല എനിക്കിപ്പോൾ സ്നേഹസദനത്തിൽ നോക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിട്ടുള്ളത് വിശ്വനാഥൻ അച്ഛൻ എന്നെയല്ലേ, അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അവർ പറയാൻ പോകുന്നത് ഞാൻ പൂജയല്ല എന്നൊക്കെ ആയിരിക്കും, അതെന്താപ്പോൾ നിനക്ക് അങ്ങനെ പെട്ടെന്ന് തോന്നാൻ കാരണം, അല്ല അവർക്കിപ്പോൾ ആ സ്വത്തുക്കളൊക്കെ എല്ലാം തന്നെ സ്നേഹസദനത്തിൻ്റെ മേൽനോട്ടം വഹിക്കലും എല്ലാം ഇപ്പോൾ വസന്തൻ അങ്കിളിനാകുമല്ലോ, അപ്പോൾ എൻ്റെ പേരിലേക്ക് വിശ്വനാഥൻ അച്ഛൻ ആ സ്വത്തുക്കളൊക്കെ എഴുതിയ അന്നു മുതൽ തുടങ്ങിയതാണ് അവരുടെ ഇങ്ങനത്തെയൊക്കെ പെരുമാറ്റം എന്നൊക്കെ പറഞ്ഞ് വസന്തനെ കുറിച്ചൊക്കെ കുറ്റം പറയാൻ വേണ്ടി റാണി ഒരുങ്ങാൻ കേട്ടോ. അപ്പോൾ അർജുൻ പറയുന്നുണ്ട്, അങ്ങനെയൊക്കെ നിൻ്റെ തോന്നലാണ്, നിനക്ക് ഇപ്പോൾ പല രീതിയിലാണ് ഓരോരുത്തരെ കുറിച്ചും നീ സങ്കല്പിക്കുന്നത്, അതെല്ലാം ഈ ആക്സിഡൻറ്റ് കഴിഞ്ഞ ശേഷമാണ്, അതുകൊണ്ട് നിനക്ക് തോന്നുകയാണ്, ആര് തന്നെ എന്ത് പറഞ്ഞാലും നീ എൻ്റെ പൂജയല്ല എന്നൊന്നും പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല, അതുപോരെ, അത് മാത്രം പോരെ നിനക്ക് സമാധാനം, അങ്ങനെയൊക്കെ അർജുൻ അങ്ങ് റാണിയോട് പറഞ്ഞു കൊടുക്കേണ്ടത്. പക്ഷേ റാണിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അർജുൻ മനസ്സിലാക്കിയിട്ട് തന്നെയായിരിക്കും അർജുൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. അർജുന് ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ റാണിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടാവും കേട്ടോ, അതൊക്കെ വരുന്ന എപ്പിസോഡുകളിലായിട്ട് കാണിക്കുന്നതായിരിക്കും. അർജുൻ അങ്ങനെ റാണിയുടെ കാര്യത്തിൽ സംശയങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ റാണിയിൽ നിന്നും കുറേ കാര്യങ്ങളൊക്കെ അർജുൻ മറച്ചു വെക്കുന്നുണ്ട്. അർജുൻ്റെ പ്ലാസ്റ്റർ ഊരാൻ പോകേണ്ട ദിവസം നാളെ ആയിരിക്കും, പക്ഷേ ആ കാര്യം ഒന്നും അർജുൻ റാണിയോട് പറയില്ല കേട്ടോ. റാണി സ്വയം പറയുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്, എൻ്റെ പൂജയായിരുന്നെങ്കിൽ എൻ്റെ കാര്യത്തിൽ അത്രയ്ക്കധികം ശ്രദ്ധയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എൻ്റെ പൂജയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും എന്നോട് പറയും എന്നുള്ള ചിന്തയൊക്കെ അർജുൻ്റെ മനസ്സിലുണ്ടാവും കേട്ടോ. പക്ഷേ അതൊന്നും തന്നെ അർജുൻ പുറത്ത് കാണിക്കുകയോ പറയുകയോ ഒന്നും തന്നെ ചെയ്യില്ല. വരുന്ന എപ്പിസോഡുകളിലായിട്ടാണ് അർജുൻ്റെ ആ ഒരു സംശയവും കാര്യങ്ങളൊക്കെ പുറത്ത് പറയുന്ന എപ്പിസോഡുകൾ വരാൻ പോകുന്നത്. അങ്ങനെ റാണി അർജുനെ അങ്ങ് ഉറക്കി കിടത്തിയ ശേഷം പൂജയുടെ ഒപ്പ് തിരയാൻ കേട്ടോ. അങ്ങനെ എങ്ങനെയെങ്കിലും പൂജയുടെ ഒപ്പ് കണ്ടെത്തണം, ഏതെങ്കിലും ഒരെണ്ണത്തിൽ പൂജയുടെ ഒപ്പ് ഉണ്ടാവാതിരിക്കില്ല എന്നൊക്കെ മനസ്സിൽ സ്വയം പറഞ്ഞ ശേഷം പൂജയുടെ ഒപ്പ് അങ്ങ് തിരയാണ്. ആ സമയത്താവും പൂജയും അർജുനും തമ്മിലുള്ള വിവാഹ കരാറിൻ്റെ ആ ഒരു ഫോട്ടോ കോപ്പി അങ്ങ് കിട്ടുകയാണ് കേട്ടോ. അങ്ങനെ അതിൽ പൂജ ഒപ്പിട്ട ആ കാര്യം കാണുകയാണ്. പൂജയുടെ ഒപ്പ് കാണുമ്പോൾ റാണി മനസ്സിൽ പറയുന്നുണ്ട്, ഇത് വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ള
നിന്നുള്ള ഒപ്പാണല്ലോ, എങ്കിലും വേണ്ടില്ല, ഇതെങ്ങനെയെങ്കിലും ഇരുന്ന് പഠിച്ചേ മതിയാവൂ, അല്ലെങ്കിൽ എൻ്റെ കള്ളത്തരം ആ വസന്തൻ എന്തായാലും പുറത്തു കൊണ്ടുവരും. അതിൻ്റെ മുന്നേ എനിക്ക് ഈ ഒപ്പ് പഠിക്കണം എന്നങ്ങ് മനസ്സിൽ കരുതിയിട്ട് ഒപ്പ് ഇരുന്ന് പഠിക്കാൻ കേട്ടോ. എന്നിട്ട് പിറ്റേ ദിവസം തന്നെ അച്ചമ്മയുടെ സോപ്പിട്ടുകൊണ്ടിരിക്കുകയാണ്. അച്ചമ്മയെ റാണി ഇങ്ങനെ സോപ്പിട്ട് കൈയിൻ്റെ നഖമൊക്കെ ഇങ്ങനെ മുറിച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അച്ചമ്മയോട് പറയുന്നുണ്ട്, അച്ചമ്മയുടെ നഖമൊക്കെ പെട്ടെന്ന് തന്നെ ഒടിഞ്ഞു പോകുന്നുണ്ട്. അതൊക്കെ അച്ചമ്മയ്ക്ക് വയസ്സായതിൻ്റെയാണ്, കാൽസ്യക്കുറവൊക്കെ ഉള്ളത് കൊണ്ടാണ്. അടുത്ത തവണ ഡോക്ടറുടെ അടുത്ത് പോകുമ്പോൾ ഇക്കാര്യമൊക്കെ പറഞ്ഞ് അതിന് വേണ്ടിയിട്ടുള്ള ഗുളികയൊക്കെ വാങ്ങിക്കണം എന്നൊക്കെ ഇങ്ങനെ റാണി പറയുമ്പോൾ അച്ചമ്മ പറയുന്നുണ്ട്, ഇപ്പോൾ നീ എൻ്റെ പഴയ പൂജ തന്നെ ആയിട്ടുണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ അതെന്താ അച്ചമ്മ അങ്ങനെ പറയുന്നത്? അപ്പോൾ ഞാൻ ഇതുവരെ അച്ചമ്മയുടെ പൂജയായിരുന്നില്ല. അങ്ങനെയല്ല മോളെ ഉദ്ദേശിച്ചത്. പഴയതുപോലെ മോളെ നിനക്കിപ്പോൾ എൻ്റെ കാര്യത്തിൽ അത്ര ശ്രദ്ധയൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഉദ്ദേശിച്ച് പറ. ആദ്യമൊക്കെ നീ എൻ്റെ കാര്യങ്ങൾ അത്രയ്ക്കധികം ശ്രദ്ധിച്ചിരുന്നില്ലേ, അത് ഉദ്ദേശിച്ചാണ് അച്ചമ്മ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോഴാവും അവിടേക്ക് മധു ആൻറ്റിയും വസന്തനങ്ങളും കൂടി ഈ ചെക്ക് ബുക്കുമായിട്ട് അങ്ങ് വരിക കേട്ടോ. എന്നിട്ട് എന്തായി, ഇനിയെങ്കിലും ചെക്ക് ഒപ്പിട്ട് തരാൻ പറ്റും, കണക്ക് എഴുതിയ ബുക്കുകളൊക്കെ നന്നായിട്ട് മനസ്സിലായില്ലേ, ഇനി ഒപ്പിട്ട് തന്നൂടെ എന്നങ്ങ് അപ്പോൾ മധു ആൻറ്റി പറയണ, അല്ല ഇപ്പോൾ പൂജയുടെ എല്ലാ കാര്യത്തിലും നല്ല വ്യത്യാസമുണ്ട്, പൂജയുടെ സൗണ്ട് നല്ല വ്യത്യാസമുണ്ട്, പൂജയുടെ വസ്ത്രധാരണ ഇപ്പോൾ നല്ല വ്യത്യാസമായി, ഇനി ഒപ്പിടാനും പൂജയ്ക്ക് അറിയില്ല എന്നെങ്ങാനും പറയുമോ എന്ന് മധു ആൻറ്റി റാണിയെ സംശയമുള്ള ഭാവത്തിൽ അങ്ങ് പറയണ്. അപ്പോൾ ഒപ്പം തന്നെ മാധുരി കൂടി ഉണ്ടാവും. അങ്ങനെ മാധുരി പറയുന്നുണ്ട്, മോളെ നീ അങ്ങ് ഒപ്പിട്ട് കൊടുത്തേക്ക്, എന്തിനാ ഇനി ഇങ്ങനെ താമസിക്കുന്നത്, അതിന് ഞാൻ ഒപ്പിട്ടോളാം എന്നങ്ങ് പറഞ്ഞിട്ട് ആ ചെക്ക് ബുക്ക് അങ്ങ് വസന്തൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് വാങ്ങുക കേട്ടോ. അപ്പോഴത്തേക്കും അവിടേക്ക് അർജുൻ അങ്ങ് ഇറങ്ങി വരണം. എന്താ ഇവിടെ ഒരു ഒന്നുമില്ല എന്ന് വസന്തൻ അങ്ങ് പറയട്ടോ. എന്നിട്ട് വസന്തൻ പറയാണ്, സ്നേഹസദനത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി കുറച്ച് പൈസയുടെ ആവശ്യമുണ്ടായിരുന്നു, അതിനോട് പൂജയോട് ഒന്ന് ഒപ്പിട്ട് വരാൻ പറഞ്ഞതാണ്. 2 ദിവസമായി ഇതുവരെയും പൂജ ഒപ്പിട്ടിട്ടില്ല, അതിനെക്കുറിച്ച് പറഞ്ഞു. അതിനെന്തിനാ ഇത്ര താമസം, പൂജയ്ക്ക് അങ്ങ് ഒപ്പിട്ട് കൊടുത്തൂടെ എന്നങ്ങ് അർജുൻ പറയുമ്പോൾ അപ്പോൾ വസന്തം പറയണേ, ഞാൻ കണക്കിൽ വല്ല തിരുമറിയും കാട്ടിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പൂജ ഇത്രയും ദിവസം എടുത്തത്, ഇനിയിപ്പോൾ അതിൽ കള്ളത്തരമൊന്നുമില്ല എന്ന് പൂജയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവും, അതുകൊണ്ട് ഇനി അങ്ങ് ഒപ്പിട്ടേക്ക് പൂജ എന്നങ്ങ് പറയട്ടോ. അങ്ങനെ വസന്തൻ്റെ കയ്യിൽ നിന്നും ചെക്ക് ബുക്ക് വാങ്ങിയ ശേഷം റാണി അങ്ങ് ഒപ്പിടുകയാണ് കേട്ടോ. ഒപ്പിട്ടിട്ട് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ആ ഒപ്പ് കാണുമ്പോൾ വസന്തനും മധു ആൻറ്റിയും ആകങ്ങ് ഞെട്ടിപ്പോവാണ്. പൂജയുടെ അതേ ഒപ്പ് തന്നെ എന്നുള്ള കാര്യം മനസ്സിലാവുകയാണ്. അപ്പോൾ മാധുരി പറയുന്നത്, എന്താ വസന്ത ശരിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ ശരിയാണ് മാധുരി ചേച്ചി എന്ന് പറയുമ്പോൾ അപ്പോഴത്തേക്കും റാണി അങ്ങ് പറയാം കേട്ടോ. സങ്കടപ്പെട്ടുകൊണ്ട് പറയും, എനിക്ക് മനസ്സിലായി, എന്നോട് ഈ ഒപ്പ് നിർബന്ധിച്ച് ഇടാൻ പറയുന്നതിൻ്റെ കാരണം തന്നെ ഞാൻ നിങ്ങളുടെ പൂജയല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടല്ലേ. എനിക്കറിയാം ഈ മധു ആൻറ്റിയെയും വസന്തനങ്ങളെ എന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടി, എന്നെ ഈ വീട്ടിൽ നിന്നും പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് ഇവരൊന്ന് ഓരോന്ന് ഇല്ലാക്കഥയൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തിനാ ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യം എന്നങ്ങ് മധു ആൻറ്റി ചോദിക്കാൻ കേട്ടോ. ഞാനിവിടുന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്നേഹസദനത്തിലെ എല്ലാ കാര്യവും നിങ്ങൾക്ക് വസന്തനങ്ങളിന് ഒറ്റയ്ക്ക് നടത്താലോ, അതിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞങ്ങ് പൂജ അങ്ങ് പൊട്ടിക്കരയാൻ കേട്ടോ. അത് കാണും വസന്തനും മധുവിനും ആകെ എന്താ ഇവൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് റാണി അങ്ങ് അഭിനയിച്ചുകൊണ്ട് തന്നെ അച്ചമ്മയുടെ തോളിലേക്ക് അങ്ങ് കിടന്ന് കരയാണ് കേട്ടോ. എന്നെ ഇവരിപ്പോൾ കണ്ടില്ലേ, എന്തെല്ലാം ഈ ആക്സിഡൻറ്റ് കഴിഞ്ഞ് വന്ന ശേഷം എന്നെ ഓരോ തരത്തിലും ഇവർ പൂജയല്ല എന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടി നോക്കുന്നതാണ് അച്ചമ്മ എന്നൊക്കെ പറഞ്ഞങ്ങ് കരയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എന്നിലൊരു സംശയമുണ്ട്, അതുകൊണ്ടാണ് എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നൊക്കെ പറയുമ്പോൾ അച്ചമ്മ പറയണേ, ഇനി മേലിൽ ഇങ്ങനത്തെ പരിപാടികളുമായിട്ട് മധു നീ വരരുത്. വസന്തനും കൂടി ഇപ്പോൾ എങ്ങനെ മധുവിൻ്റെ കൂത്തിത്തിരിപ്പിൽ പെട്ടോ, ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വസന്തനെയും മധുവിനെയും അങ്ങ് കുറ്റപ്പെടുത്താൻ. അങ്ങനെ അച്ചമ്മ പറയുന്നുണ്ട്, എന്താ മാധുരി ഇതൊക്കെ, നീയും കൂടി ഇവരെ കൂടെ കൂട്ടു നിൽക്കുന്നുണ്ടോ എന്ന്. അമ്മ കൂടി ഇതിന് ഒക്കെ കൂട്ടു നിൽക്കുന്നുണ്ട്, അമ്മ കണ്ടില്ലേ ഒരക്ഷരം പോലും മിണ്ടുന്നില്ല എന്നൊക്കെ റാണി അങ്ങ് പറയുമ്പോൾ അർജുൻ ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറ്റാത്ത പോലെ മുഖത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. മാധുരിയെ പറയുന്നതും മാധുരിയെ സങ്കടപ്പെടുത്തുന്നതും റാണി വല്ലാതെ പറയുന്നതൊന്നും തന്നെ അർജുൻ അങ്ങ് പിടിക്കുന്നില്ല. പക്ഷേ അർജുൻ അപ്പോഴും ക്ഷമയോട് കൂടി അതൊന്നും സഹിച്ച് തന്നെ മിണ്ടാതെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ മാധുരി പറയുന്നുണ്ട്, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, എന്തിനാ മോളെ, ഞാൻ മനസ്സിൽ പോലും അങ്ങനെ കരുതിയിട്ടില്ല, എൻ്റെ പൂജ മോളെ എനിക്കൊരു സംശയവുമില്ല എന്നൊക്കെ അങ്ങനെ മാധുരി പറയുന്നുണ്ട്. അങ്ങനെ അച്ചമ്മ പറയുന്നുണ്ട്, ഇനി മേലിൽ നിങ്ങൾ ആരും തന്നെ എൻ്റെ മോളെ മനസ്സ് വിഷമിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞ് മധുവിനോടും വസന്തനോടും മാധുരിയോടൊക്കെ അച്ചമ്മ കുറച്ച് ദേഷ്യത്തോടു കൂടി അച്ചമ്മ അങ്ങ് പറയാൻ കേട്ടോ. എന്നിട്ട് റാണിയോട് പറയണം, മോളെ പൂജ നീ അർജുനെയും കൂട്ടി റൂമിലേക്ക് പോയിക്കോ എന്നങ്ങ് പറഞ്ഞിട്ട് അവർ രണ്ടുപേരെയും അങ്ങ് പറഞ്ഞയക്കാണ്. അപ്പോൾ അർജുൻ അങ്ങ് അടുത്തേക്ക് ഇരുന്നുകൊണ്ട് തന്നെ ആ റാണിയുടെ അടുത്തേക്ക് അങ്ങ് ഇരുന്നിട്ട് അങ്ങ് കെട്ടിപ്പിടിച്ചുകൊണ്ട് അങ്ങ് പറയും, ആരും തന്നെ എൻ്റെ പൂജയുടെ മനസ്സിനെ നോവിക്കുന്ന ഒരു കാര്യവും ഇനി പറയുകയോ സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്യാൻ പാടില്ല. ഞാൻ ഇതുവരെ മിണ്ടാതിരുന്നത് നിങ്ങൾ
നിങ്ങൾ ആരും തന്നെ കണക്കാക്കണ്ട. ഇനി എൻ്റെ പൂജയുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും ആരെങ്കിലും പെരുമാറിയാൽ ഇനി ഞാൻ പ്രതികരിക്കുക തന്നെ ചെയ്യും എന്നൊക്കെ മധുവിൻ്റെയും വസന്തൻ്റെയും മുഖത്ത് നോക്കിയിട്ട് അർജുൻ അങ്ങ് പറയുന്നു. അങ്ങനെ റാണിയെയും കൂട്ടിയിട്ട് അർജുൻ മുകളിൽ റൂമിലേക്ക് അങ്ങ് പോവാണ്. അപ്പോൾ അർജുൻ്റെ അടുത്ത് ചെന്നിട്ട് വീണ്ടും റാണി അങ്ങ് അഭിനയിച്ചുകൊണ്ട് തന്നെ അങ്ങ് കരയാണ് കേട്ടോ. കണ്ടില്ല അജുവേട്ട, എന്നെ എന്തെല്ലാം തരത്തിലാണ് അവർ നോവിക്കുന്നത്. എനിക്കിപ്പോൾ ഈ വീട്ടിലെ ആളെല്ലാം ഞാൻ പൂജയല്ല എന്നൊക്കെയാണ് അവർ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്. ഇതിനെല്ലാം തന്നെ അമ്മ കൂടി കൂട്ടു നിൽക്കുന്നതാണ് എനിക്ക് സങ്കടം. ആര്, അരുണിമാൻ്റിയോ എന്ന ചോദ്യം. അല്ല, അജുവേട്ടൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ അർജുൻ്റെ മുഖം അങ്ങ് വീണ്ടും അങ്ങ് മാറുകയാണ് കേട്ടോ. മാധുരിയെക്കുറിച്ച് പറയുന്നതൊന്നും തന്നെ അർജുൻ അങ്ങ് വല്ലാതെ അങ്ങ് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. പക്ഷേ അർജുൻ അങ്ങ് മിണ്ടാതെ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് റാണി വീണ്ടും പറയുന്നത്, കണ്ടില്ലേ അന്ന് അമ്മ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് ഒളിഞ്ഞു കേട്ട അന്നു മുതൽ അമ്മയ്ക്ക് എന്നോട് ഇപ്പോൾ വല്ലാത്തൊരു ദേഷ്യവും പകയുമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ മധു ആൻറ്റിയുടെയും വസന്തനകളുടെയും കൂടെ അമ്മ കൂടിയിരിക്കുന്നത്. അതാണ് എനിക്ക് ഏറ്റവും സങ്കടമാകുന്നത് എന്നങ്ങ് പറയുമ്പോൾ അർജുൻ പറയണം, അതൊക്കെ നിൻ്റെ തോന്നലാണ്. അമ്മ അങ്ങനെ ഒന്നും ചെയ്യില്ല. പിന്നെ നീ വെറുതെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഓരോന്ന് ആലോചിച്ച് കൂട്ടുകയാണ്. ഇതൊക്കെ നിനക്ക് ഇപ്പോൾ ഈ ആക്സിഡൻറ്റ് കഴിഞ്ഞ ശേഷം ഞാനും ഈ വീട്ടിലുള്ളവർ എന്ത് ചെയ്യുന്നതും പറയുന്നതും ഒക്കെ നിനക്ക് കുറ്റമായിട്ടാണ് തോന്നുന്നത്. നിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നെ ഇവിടുന്ന് എല്ലാവരും അടിച്ചിറക്കും എന്നൊക്കെ ഒരു തോന്നലുണ്ട്. അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. എന്നെ പോലും നിനക്ക് ഇപ്പോൾ പേടിയുള്ളത് പോലെയാണ് എന്നോട് പോലും നീ പെരുമാറുന്നത് എന്നൊക്കെ അങ്ങ് അർജുൻ അങ്ങ് റാണിയുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ റാണി ഒന്നങ്ങ് പതറുന്നു കേട്ടോ. അർജുൻ്റെ ഈ ഒരു സംസാരം കേൾക്കുമ്പോൾ പിടി കിട്ടിയോ അർജുന് എന്നുള്ള ഭാവത്തിൽ റാണി ഇങ്ങനെ അർജുനെ നോക്കുകയാണ്. പിന്നീട് അഭിജിത്ത് പൂജയെ ആ വീട്ടിൽ നിന്നും അഞ്ജനയുടെ വീട്ടിൽ നിന്നും പുറത്താക്കാൻ വേണ്ടിയിട്ട് റാണിയുടെ വൈരാഗ്യമുള്ള ഗുണ്ടകളുമായിട്ട് അങ്ങ് കൂട്ടുകൂടുകയാണ് കേട്ടോ. എന്നിട്ട് അവരോട് പറയാണ്, ഞങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കൂട്ടാളികളെ തല്ലിച്ചതച്ച ആ റാണി ഞങ്ങളുടെ വീട്ടിലുണ്ട്, അവളെ ഒന്ന് അവിടെ നിന്ന് ഇറക്കി തരുമോ എന്നങ്ങ് ചോദിക്കുകയാണ്. അപ്പോൾ എൻ്റെ അനിയനെയാണ് അവൾ കുത്തിയത്, എൻ്റെ അനിയൻ ഇപ്പോഴും ആശുപത്രിയിലാണ്, അവൾ എവിടെയാണ് ഉള്ളത്, എനിക്ക് ചോദിക്കണം, അവളോട് പകരം ചോദിക്കണം എന്നങ്ങ് അയാൾ പറയുമ്പോൾ എൻ്റെ വീട്ടിലുണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എവിടെയാണ് വീടെന്നുള്ളതും സ്ഥലമൊന്നും ഉള്ളതൊക്കെ, നിങ്ങൾ അവളെ വലിച്ചഴച്ച് കൊണ്ടുപോകണം. ഇപ്പോൾ അവൾ പാവത്താൻ്റെ പോലെ എൻ്റെ വീട്ടിൽ അഭിനയിക്കുകയാണ്. അവളുടെ യഥാർത്ഥ മുഖം നിങ്ങളൊന്ന് പുറത്ത് കാണിച്ചു കൊടുക്കണം. എൻ്റെ അമ്മയുടെ മുന്നിൽ അവളുടെ യഥാർത്ഥ രൂപവും സ്വഭാവവും ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം എന്നും പറഞ്ഞിട്ട് ആ ഗുണ്ടകളെയും കൂട്ടിയിട്ട് അഭിജിത്ത് നേരെ അഞ്ജനയുടെ വീട്ടിലേക്ക് അങ്ങ് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് അഞ്ജനയുടെ വീട്ടിലേക്ക് ഈ ഗുണ്ടകൾ അങ്ങ് ചെല്ലുകയാണ്. എന്നിട്ട് പൂജയെ വലിച്ചഴച്ചുകൊണ്ട് തന്നെ പുറത്തേക്ക് അങ്ങ് കൊണ്ടുപോവാണ്. അപ്പോൾ അരവിന്ദാണെങ്കിലും ഇതൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ആസ്വദിച്ച് നിൽക്കുകയാണ്. അഞ്ജനയാണെങ്കിൽ പൊട്ടിക്കരയുന്നുണ്ട്, എൻ്റെ മോളെ ഒന്നും ചെയ്യല്ലേ, എന്താ നിങ്ങൾക്ക് എന്താ വേണ്ടത്, എൻ്റെ മോളെ വെറുതെ വിടൂ എന്നൊക്കെ ഇങ്ങനെ അഞ്ജന കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. അങ്ങനെ പൂജയുടെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് തന്നെ ആ ഗുണ്ടകൾ അങ്ങ് ആ വീട്ടിൽ നിന്നും അങ്ങ് ഇറക്കി കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോഴത്തേക്കും പൂജയെ രക്ഷിക്കാൻ വേണ്ടി അവിടെ ഒരാൾ, അങ്ങനെ ഗുണ്ടകൾക്ക് പൂജയെ ആ വീട്ടിൽ നിന്നും കൊണ്ടുപോകാൻ കഴിയില്ല കേട്ടോ. അങ്ങനത്തെ എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത്.